സൗദിയിലെ ബക്കാലകൾ, ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ, ഉപഭോഗ വസ്തുക്കളുടെ വിൽപ്പന സ്ഥലങ്ങൾ എന്നിവയിൽ 100% സ്വദേശീവൽക്കരണം നടപ്പാക്കാൻ തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം നീക്കം ആരംഭിച്ചു. സ്വദേശികൾക്ക് 20,000 തൊഴിലവസരങ്ങളാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ നിരവധി ഇതര മേഖലകളിൽ കൂടി സ്വദേശീവൽക്കരണം കൊണ്ടുവരും. ബക്കാലകളിലെ സ്വദേശിവൽക്കരണം നടപ്പാക്കുന്ന ആദ്യ വർഷം തന്നെ 20,000 സ്വദേശി യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാനാവുമെന്നാണ് തൊഴിൽ മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. സ്വദേശികളെ ആകർഷിക്കുന്ന, വരുമാനവും ലാഭവും പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. റെന്റേക്കാർ, വാഹനങ്ങളിലെ ഭക്ഷ്യവിൽപ്പന, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, ടൂറിസ്റ്റ് അഭയകേന്ദ്രങ്ങൾ, ആരോഗ്യമേഖല എന്നിവയാണ് അടുത്ത ഘട്ടത്തിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ തൊഴിൽ മന്ത്രാലയം തിരഞ്ഞെടുത്ത മേഖലകൾ. റെന്റേക്കാർ മേഖലയിൽ 100% സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിലൂടെ 5,000 പേർക്ക് ജോലി നൽകാനാവുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു. ഷോപ്പിംഗ് മാളുകൾ സ്വദേശിവൽക്കരിക്കുന്നതിന്റെ ആദ്യപടി അൽഖസീം മേഖലയിൽ നിന്ന് ആരംഭിക്കും. 6,000 സ്വദേശികൾക്ക് അൽഖസീമിൽ മാത്രം ഈ രംഗത്ത് ജോലി നൽകാനാവും. 2018ഓടെ ടൂറിസം മേഖലയിൽ 33,000 സ്വദേശികൾക്ക് തൊഴിൽ നൽകാനാവുമെന്നും മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. ആരോഗ്യമേഖലയിൽ 7,500 ജോലിക്കാർക്കുള്ള കരാറുകൾ മന്ത്രാലയം ഇതിനകം ഒപ്പുവച്ചിട്ടുണ്ട്. 2020ഓടെ ആരോഗ്യമേഖലയിൽ 93,000 സ്വദേശികൾക്ക് ജോലി നൽകാനാവുമെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. മീഡിയ 1, റിയാദ്.